ഇന്ത്യ വെടിവെച്ചിട്ട പാകിസ്ഥാന്റെ F-16 വിമാനത്തിലെ പൈലറ്റിന് എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി ഒരു വിശദീകരണവും നൽകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. ഇന്ത്യൻ സൈനികരെന്ന് തെറ്റിദ്ധരിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു എന്ന വാർത്ത പരന്നിട്ടും സ്വന്തം പൈലറ്റിനെ കുറിച്ച് പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകാത്തത് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. അഭിനന്ദന്റെ MiG-21 വിമാനവും പാക് കമാൻഡർ ഷഹനാസ് ഉദ്ദീൻ പറത്തിയ F-16 വിമാനവും 27-ന് പാക് അധിനിവേശ കാശ്മീരിലാണ് തകർന്നു വീണത്. അഭിനന്ദനെ പോലെ ഷഹനാസും വിമാനം നിലംപതിക്കും മുൻപ് തന്നെ പാരഷൂട്ടിൽ പുറത്തു കടന്നിരുന്നു. അഭിനന്ദന്റെ നാട്ടുകാർ കണ്ടെത്തുകയും പിന്നീട് പാക് പട്ടാളം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. F-16 ഉപയോഗിച്ചിട്ടില്ല എന്നും തങ്ങളുടെ ഭാഗത്ത് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുമുള്ള നിലപാടിൽ പാകിസ്ഥാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നതെന്നാണ് സൂചന. അഭിനന്ദന് ഇന്ത്യ നൽകുന്ന ആദരവും സ്വന്തം പൈലറ്റിനോട് പാകിസ്ഥാന്റെ സമീപനവും താരതമ്യം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകളും നിറയുന്നുണ്ട്. അതേസമയം സ്വന്തം പൈലറ്റിനെ കുറിച്ച് ഒരു വിശദീകരണവും പാക് നൽകാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുയരുന്നു. ഇതിനിടെ പാക് വ്യോമസേനയുടെ ഉപമേധാവി വസീം ഉദ്ദീന്റെ മകനാണ് അപകടത്തിൽപ്പെട്ട വിംഗ് കമാൻഡർ ഷഹനാസ് ഉദ്ദീൻ എന്ന വാർത്ത പരന്നിരുന്നു. എന്നാൽ വസീം വളരെ മുൻപ് തന്നെ പിരിഞ്ഞയാളാണെന്നും മക്കളാരും സേനയിൽ ഇല്ല എന്നും വിശദീകരിച്ച പാക് മാധ്യമങ്ങളും രംഗത്തെത്തി. അതേസമയം യുദ്ധവിമാനങ്ങളുടെ 4ാം തലമുറയിൽപ്പെട്ട US നിർമ്മിത F-16 വിമാനത്തെ ഇന്ത്യയുടെ പഴയ തലമുറ വിമാനമായ MiG-21 ബേസർ വീഴ്ത്തിയതിലാണ് പ്രതിരോധ രംഗത്തെ ആകെ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യോമ പ്രതിരോധ ചരിത്രത്തിൽ ആദ്യമായാണ് US നിർമ്മിത F-16 യുദ്ധവിമാനത്തെ അതിനേക്കാൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റഷ്യൻ നിർമ്മിത MiG-21 വിമാനം വെടിവെച്ചിട്ടുള്ളത്. ലോകത്തിൽ ഏറ്റവും അധികം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങളിലൊന്നാണ് MiG-21. 4 ഭൂഖണ്ഡങ്ങളിലായി ഏകദേശം 60 രാജ്യങ്ങൾ ഇതിന്റെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. സോവിയറ്റ് സാങ്കേതികത ഉപയോഗിക്കുന്ന ഈ പോർ വിമാനം HAL ആണ് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. MiG-21 വിമാനങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. MiG ആദ്യമായി നിർമ്മിച്ചത് 1956 ഫെബ്രുവരി 14-നാണ്. ഇതുവരെ 11,496 MiG-21 വിമാനങ്ങൾ ലോകത്താകമാനം നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രം 657 MiG-21 വിമാനങ്ങൾ നിർമ്മിച്ചിരുന്നു. സോവിയറ്റ് നിർമ്മിത MiG-21 വിമാനത്തെക്കാൾ ഒട്ടേറെ മികവുള്ളതാണ് ഇന്ത്യൻ വ്യോമസേന നവീകരിച്ച MiG-21 ബേസർ എന്ന് പേരിട്ട ഫൈറ്റർ വിമാനം. 1963-ൽ സേനയുടെ ഭാഗമായി 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിലും 1999-ലെ കാർഗിൽ യുദ്ധത്തിലും പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. സർവീസിലെ MiGന്റെ 50 വർഷം 2013-ൽ എയർഫോഴ്സ് ആഘോഷിച്ചിരുന്നു. മികച്ച മൾട്ടി മോഡ് റഡാർ, കൂടുതൽ മികച്ച ഏവിയോസോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയാണ് MiG-21 ബേസറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 25 mm തോക്ക്, R-73 ഷോർട്ട് റേഞ്ച്, R-77 മീഡിയം റേഞ്ച് ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ, എയർ ടു സർഫസ് മിസൈലുകൾ, റോക്കറ്റുകൾ, ബോംബുകൾ എന്നിവ വഹിക്കാൻ MiG-21 ബേസറിനാകും. മിറാജ് 2000 പോലെയുള്ള അഡ്വാൻസ്ഡ് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെൽമറ്റ് മൗണ്ട് സെറ്റ് MiG-21-ലെ പൈലറ്റുമാർക്കുണ്ട്. ഭാരക്കുറവുള്ള വിമാനമായതിനാൽ അതിവേഗം ശത്രുവിമാനങ്ങളെ ആക്രമിക്കാം. പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതും MiG-21-ന്റെ പ്രത്യേകതയാണ്. സിംഗിൾ പൈലറ്റ് വിമാനമാണ് MiG-21 ബേസർ. 14.3 മീറ്റർ നീളവും 7.154 മീറ്റർ വിംഗ് സ്പാനും 4 മീറ്റർ നീളവുമാണ് ഈ വിമാനത്തിലുള്ളത്. 12,675 LB ത്രസ്റ്റുള്ള എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 8,825 കിലോഗ്രാം ഭാരം വരെ വഹിച്ച് പറന്നുയരാൻ ഈ വിമാനത്തിനാകും. 2,175 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകുന്ന വിമാനത്തിന്റെ ഓപ്പറേഷൻ റേഞ്ച് 1,210 കിലോമീറ്റർ ആണ്. പരമാവധി 57,400 അടി ഉയരത്തിൽ വരെ MiG-21 ബേസറിന് പറക്കാനാകും എന്നതും പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.